നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പങ്ക്തിയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോഴുള്ളത് ഇടുക്കി വാത്തുകുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരിയിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതി വഴി 28 നിർധന കുടുംബങ്ങൾക്കായി വീടുകൾ പണിയുന്ന ഒരു ഭവന സമുച്ചയത്തിൻ്റെ മുൻപിലാണ് നമ്മൾക്കുള്ളത്. 2022 ആരംഭിച്ച ഈ പദ്ധതി വർഷങ്ങൾ പിന്നിട്ടിട്ടും എങ്ങും എത്തിയിട്ടില്ല. കാലതാമസത്തെ മാറ്റി നിർത്തിയാൽ ഈ പദ്ധതിയുടെ നടത്തിപ്പിലുള്ള നിരവധി വീഴ്ചകളാണ് ഇവിടെ നാട്ടുകാരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളുടെ നടത്തിപ്പ് ഇത് പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇപ്പോഴെത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ പ്രദേശത്തുള്ള പൊതുപ്രവർത്തകരും നാട്ടുകാരുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന നിരവധി വിഷയങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ഗവൺമെൻറ് ലൈഫ് ഭവന പദ്ധതി എന്നുള്ളൊരു പദ്ധതി രൂപീകരിക്കുകയും അതിന് വേണ്ടി വാത്തുകുടി പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള സ്ഥലം ഏറ്റെടുക്കുകയും ഈ വിവിധ 28ഓളം ആളുകളെ പാർപ്പിക്കുന്നതിനായിട്ട് ഏതാണ്ട് 4.5 കോടി രൂപ മുടക്കി ഒരു സമുച്ചയത്തിന് എസ്റ്റിമേറ്റ് എടുക്കുകയും അത് ഏതോ കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയും അത് ഇപ്പോൾ നിലവിൽ അതിന് ശേഷം ഇന്ന് വരെ ഇപ്പോൾ നിലവിൽ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഈ എല്ലും തോലുമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അവിടെ ഇവിടെ 5-6 കേഡറൊക്കെ വെച്ച് അതെല്ലാം തുരുമ്പ് പിടിച്ച് അത് ഇപ്പോൾ നിലം പൊത്താറായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. യഥാസമയം ഇതിൻ്റെ പണി നടത്തുകയോ ഇതിന് ഫണ്ട് അനുവദിക്കുകയോ ഇതൊരു അഴിമതിയും ധൂർത്തും നടത്തുന്നതിനുള്ളൊരു പദ്ധതിയായി ഇതിനെ മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് വലിയ സാമ്പത്തിക നഷ്ടവും അതോടൊപ്പം തന്നെ ഈ ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള കാലതാമസവും ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്ന അഴിമതിയെ സംബന്ധിച്ച് വളരെ വിശദമായി വിജിലൻസിനെ പോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് ഈ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഉപകരണങ്ങളെല്ലാം ചിതൽ പിടിക്കുകയും ഇവിടെ നോക്കിയാൽ അറിയാം ഈ പരിസരമെല്ലാം കാട് പിടിച്ച് നാളുകളായി ഈ പ്രദേശത്തേക്ക് ഒരു മനുഷ്യൻ പോലും കടന്നു വരാതെ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇത്രമാത്രം പണം മുടക്കിയിട്ടും ഈ പണം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തന്നെ ഏതാണ്ട് 5 കോടി രൂപയോളം കൂടെ അധികം എസ്റ്റിമേറ്റിലും തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺട്രാക്ടർ വീണ്ടും പണം അനുവദിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി അറിയാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും നിലവിൽ അനുവദിച്ച തുകയ്ക്കുള്ള ജോലി പോലും ചെയ്യാതെ വീണ്ടും പണം അനുവദിപ്പിച്ച് ഇതിലൊരു വലിയ അഴിമതി നടത്തുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാത്തുകുടി പഞ്ചായത്തിലെ ഈ 3-ാം ബ്ലോക്ക് എന്ന് പറയുന്ന ഇവിടെ ഒരു കോളനി തന്നെയുണ്ട്. ഈ കോളനിയുടെ പരിസരത്തുള്ള ഈ വീട് ഈ കോളനിയിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള അവസരവും കൂടി ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഈ കോളനിയിലുള്ള വർഷങ്ങളായിട്ട് വീട് പുനരുദ്ധരിക്കാതെയും പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട്. അവരെയെല്ലാം പറഞ്ഞു പറ്റി ഈ ഫ്ലാറ്റ് പണിത് കഴിഞ്ഞാൽ നിങ്ങളെ അതിൽ താമസിപ്പിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആനുകൂല്യങ്ങൾ പോലും കാലങ്ങളായിട്ട് അവർക്ക് നിഷേധിച്ചുകൊണ്ട് എന്നാൽ ഇതുപോലും അവർക്ക് കിട്ടാത്തൊരു സാഹചര്യം. ഇപ്പോൾ നിലവിൽ ഈ കെട്ടിടത്തിൽ താമസിക്കാൻ ഈ പഞ്ചായത്തിൽ നിന്ന് ഒരാളെ പോലും പരിഗണിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇല്ല എന്നാണ് നമ്മുടെ അറിവ്. നിലവിൽ ഈ പ്രദേശത്ത് ഇതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ നിരവധി ആളുകൾ വീടില്ലാതെയും യാതൊരു അടിസ്ഥാന സൗകര്യമില്ലാതെയും നരകയാതന അനുഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലുള്ള കുറേ ആളുകൾക്ക് കൂടെ ഇവിടെ സ്വൈര്യമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാനുള്ള കെട്ടുറപ്പുള്ള ഒരു സമുച്ചയം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് വിനിപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഭവന സമുച്ചയത്തിൻ്റെ ഏറ്റവും സമീപത്തുള്ള വ്യക്തിയാണ് ശ്രീ രാമകൃഷ്ണൻ. അദ്ദേഹത്തിന് ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു തടസ്സം? ഈ തൊട്ടടുത്ത് ജീവിക്കുന്ന ഒരുത്തനെ ഞാൻ അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള കാര്യങ്ങളെപ്പറ്റി ശരിക്കും എനിക്കറിയാം. ഇത് കോൺട്രാക്റ്റ് കൊടുത്തു. അത് നല്ലൊരു മനുഷ്യനായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇവിടെ പൈസ കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അത് ഒഴിപ്പിപ്പോയി. അത് കഴിഞ്ഞ്
ഇന്ന് പറയുകയാണെങ്കിൽ 8ാമത്തെ കോൺട്രാക്റ്റാണ് ഇതിൻ്റെ വർക്ക് എടുത്തിരിക്കുന്നത്. ഇതേവരെ ആ വർക്ക് പൂർത്തിയാക്കുമോ, ഇത് മറ്റൊരാൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വീടുകൾ ഉണ്ടാക്കി ഇവർ ഈ ഭവനം കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ വീടുകളെല്ലാം പൊളിച്ച് ഇപ്പം പടുത കെട്ടിയ വീട്ടിലാണ് അവർ കിടക്കുന്നത്. കിടക്കാൻ പോലും ഒരു ഇടവില്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് എത്രയും വേഗം ഈ പണി തീർത്ത് ഈ ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഈ അയൽവക്കംകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത്. വളരെ ഭയത്തോടു കൂടിയാണ് ഇവിടെ ഇപ്പം ജീവിക്കുന്നത്. ഈ കാടും പിടിച്ച് രാത്രി കാലങ്ങൾ ഭയന്നിട്ട് കിടന്നുറങ്ങാൻ മേലാത്തൊരു അവസ്ഥയാണ്. ഇതുപോലെ കിടക്കുന്ന ഇത്രയും വിജനമായ ഈ സ്ഥലത്ത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നതും. അതുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ വർക്ക് പൂർണ്ണമാക്കി കൊടുത്ത് അത് ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺട്രാക്ടറെ എടുക്കുന്നു, അവർക്ക് പണം കൊടുക്കുന്നില്ല. അതാണ് ഏറ്റവും അവർ പറയുന്ന ഒരു കംപ്ലൈൻറ്റ്. ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. അവർ മാക്സിമം മുടക്കാവുന്ന രീതിയിലുള്ള പൈസ മുടക്കുന്നു. ഈ ഉടമസ്ഥനെ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ പണി തീർക്കണം. ഇത് ഭയന്നിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ പോലും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമായി. ഇത് സ്കൂളിൻ്റെ സ്ഥലമായിരുന്നു. അത് ഞങ്ങളുടെ സംരക്ഷണയിലാണ് ഈ സ്ഥലം ഇവിടെ നിലനിന്ന് പോയത്. അത് ഇവർ വന്ന് ഈ ഫ്ലാറ്റിന് കൊടുത്തുകൊണ്ട് പിന്നെ ഇത് പാവങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരമാണല്ലോ എന്ന് ഓർത്ത് ഞങ്ങളും എല്ലാവരും അതിനകത്ത് നിന്ന് ഒഴിവായി സമാധാനപരമായ ഒരു ജീവിതം, ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഞങ്ങൾ ആരും ഒന്നും ഉണ്ടായിരുന്നത്. ഇത് ഇത്രയും കാലമായിട്ടും ഇത് വെറും ഒരു അതിന് പറയാൻ പോലും അതിന് വളരെ മാനസിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ വർക്ക് തീർത്ത് ഒരു സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് വീണ്ടും പറയാനുള്ളത്. ഇപ്പോഴീ ഇവിടെ വീട് കിട്ടുമെന്ന് ലഭിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുടെ ഒരു സ്ഥിതി എന്താ? ഇത് കിട്ടുമെന്ന് വിശ്വസിച്ച ആൾക്കാർ ഉണ്ടായിരുന്ന വീട് കുത്തിപ്പൊളിച്ച് പടുത കെട്ടിയിട്ട് ഇപ്പം താമസിക്കുന്നു. കിടക്കാൻ നിവൃത്തിയില്ല. പിന്നെ നല്ലപോലെ ഓടുമേഞ്ഞ് പണിത വീടുകൾ വരെ ഇടിച്ചു പൊളിച്ചു. കാരണം ഫ്ലാറ്റ് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ. അത് ഈ 3-4 വർഷമായിട്ട് ഇതേവരെ അതുങ്ങളൊക്കെ കണ്ട പറമ്പിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പോൾ നിലവിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 4 വർഷത്തോളമായി. ഈ 4 വർഷത്തോളമായിട്ടുള്ള ഈ പദ്ധതി ഇപ്പോൾ നിലവിൽ ഇതിനകത്തെ ഉപകരണങ്ങളെല്ലാം തുരുമ്പ് പിടിച്ച് ഇത് ഉപയോഗശൂന്യമല്ലാത്ത ഏത് സമയത്തും ഇടിഞ്ഞു വീഴാൻ പാകത്തിനുള്ള ഒരു സ്ട്രക്ചർ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നിലവിൽ നടന്നിരിക്കുന്നത്. അത് മാസങ്ങളായിട്ട് നടക്കുന്നില്ല. എപ്പോഴെങ്കിലും ഒരു 4 പണിക്കാരെ വന്ന് അവർ എന്തെങ്കിലും ഒന്ന് പണിതു എന്ന് വരുത്തി തീർത്തിട്ട് അവർ ആ വഴി പോയിട്ട് പിന്നെ 6 മാസം കഴിഞ്ഞ് മഴയും വേനലും ഒക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ എന്തെങ്കിലും തുടങ്ങുന്ന ഒരു പരിപാടിയാണ്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സർക്കാരിൽ നിന്ന് പണം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും കോൺട്രാക്ടർമാർ മാറി മാറി സബ് കോൺട്രാക്ടർ കൊടുത്ത് ഇതിൻ്റെ പണി ഒരു അശാസ്ത്രീയമായി മാറുകയും ഇതിനുപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം യാതൊരുവിധ ഗുണനിലവില്ലാത്ത സാധനങ്ങളാണ് കൊണ്ട് വച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ആ ഗുണനിലവില്ലാത്ത ആ സാധനങ്ങൾ പോലും ഇപ്പോൾ തുരുമ്പ് പിടിച്ച് ഇടിഞ്ഞു വീഴാറായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പണം ദൂർത്തടിച്ചുകൊണ്ട് ഇത്തരം ഒരു കൊള്ള, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് ആർക്കോ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ജോലിയായിട്ട് ആണ് എന്ന് തോന്നുന്നത്. സാധാരണക്കാർക്ക് യാതൊരു ഗുണവും ഇതുകൊണ്ട് പ്രയോജനപ്പെടുന്നില്ല. കാരണം 4 വർഷമായിട്ട് വീടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇതിൻ്റെ പണി പൂർത്തിയായി ഇതിനകത്ത് ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചാൽ ഇത് ഈ നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴത്തെ ഈ പണിയുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത്തരം കെടുകാര്യസ്ഥതയും അനാസ്ഥയും ഒഴിവാക്കി എത്രയും വേഗം ഇതിന് വേണ്ടത്ര അന്വേഷണം നടത്തി ഇതിൻ്റെ കോൺട്രാക്ടറെ കണ്ടുപിടിച്ച് ഇതിൻ്റെ ഗുണപരമായിട്ടുള്ള സാധനങ്ങളിട്ട് ജനങ്ങൾക്ക് സ്വൈര്യമായി താമസിക്കാനുള്ള അടിസ്ഥാന സൗകര്യം, ഡ്രെയിനേജ് സംവിധാനം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴുന്ന ഉറപ്പുള്ള ഒരു കെട്ടിടത്തിൽ ഈ സാധാരണക്കാരനെ കയറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതിൻ്റെ ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവണം. കോൺട്രാക്ടറുടെ വീഴ്ചയാണെങ്കിൽ അയാളെ മാറ്റി ഡീബാർ ചെയ്തിട്ട് പുതിയ കോൺട്രാക്ടറെ നിയമിക്കുകയും ഈ നാട്ടിലെ സാധാരണക്കാരിൽ ആർക്കെങ്കിലും 28 പേർക്കെങ്കിലും അവരുടെ ജീവിതാഭിലാഷം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഈ കെട്ടിട നിർമ്മാണം കൊണ്ടുണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് സമയബന്ധിതമായി നടപ്പാക്കാത്ത പക്ഷം ബഹുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ സമര രീതികൾ വരും ദിവസങ്ങളിൽ അരങ്ങേറുന്നതാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നമ്മൾ വയ്ക്കുകയാണ്. വാത്തിക്കുടി പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ മുൻ വൈസ് പ്രസിഡന്റുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് നമ്മളോട് വെളിപ്പെടുത്താനുണ്ട്. നമുക്കറിയാം,
ഭവനരഹിതരായ എല്ലാ ആളുകൾക്കും വീട് ഒരുക്കാൻ വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ ഏകോപിച്ചുകൊണ്ടാണ് ലൈഫ് എന്ന് പറഞ്ഞ ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് തന്നെ. 2017 എനിക്കറിയാൻ കഴിഞ്ഞത് ഏകദേശം 500-ൽ കൂടുതൽ അപേക്ഷകളാണ് നമ്മുടെ വാത്തുകുടി ഗ്രാമപഞ്ചായത്തിൽ മാത്രം ലഭിച്ചത്. അത്രയും ഭവനരഹിതരായ ആളുകളുണ്ടായിരുന്നു. എങ്കിലും ഈ 500 ആളുകൾക്ക് അല്ലെങ്കിൽ 500-ലധികം ആളുകൾക്ക് വീട് കൊടുക്കുക എന്ന് പറയുന്നത് സാമ്പത്തികമായി വളരെ വലിയ ഒരു ഇതിലേക്ക് പോകും എന്ന് കണ്ടതുകൊണ്ട് ഇതിൻ്റെ ക്രൈറ്റീരിയ നിശ്ചയിക്കുകയും പല മുൻഗണനാ ക്രമത്തിലേക്ക് വിധവകൾ, പ്രായമായവർ, സ്ഥലം കൂടുതലുള്ളവർ, സ്ഥലം കുറച്ചുള്ളവർ, അങ്ങനെയുള്ള വിവിധ ക്രൈറ്റീരിയകൾ നിശ്ചയിച്ചുകൊണ്ട് ആളുകളെ പരമാവധി നിന്ന് ഒഴിവാക്കി ഏകദേശം 200-ൽ കൂടുതൽ അല്ലെങ്കിൽ 200-ലേക്ക് അടുത്തുള്ള ഒരു ലിസ്റ്റാണ് അവസാനമായി എത്തിയത്. ആ ലിസ്റ്റ് പ്രകാരം വാത്തുകുടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം അന്ന് എടുത്ത ലിസ്റ്റിൽ ഏകദേശം 100-ലധികം അല്ലെങ്കിൽ 150 ആളുകൾക്ക് വീട് കിട്ടിയിട്ടുള്ളൂ. എങ്കിലും ജനകീയാസൂത്രണം മുതൽ നമുക്കറിയാം 2000 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ജനകീയാസൂത്രണം വന്നത് മുതൽ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് ഈ വീട് നിർമ്മാണത്തിനുള്ള അപേക്ഷകൾ ഗ്രാമസഭ വഴി എടുക്കുകയും ഗ്രാമസഭയിൽ ചുരുങ്ങിയത് 10, 20, 30 അപേക്ഷകൾ വരികയും ഏറ്റവും അടിയന്തരമായി കൊടുക്കേണ്ട ആളുകളുടെ മുൻഗണന നിശ്ചയിച്ച് ഗ്രാമസഭയിൽ തന്നെ ലിസ്റ്റ് എടുക്കുകയും പഞ്ചായത്തിൻ്റെ ഓരോ വർഷത്തെ പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തി ഒരു വർഷം 5 അല്ലെങ്കിൽ 10 മുതൽ വീടുകൾ വരെ ചില വാർഡുകളിൽ പണിതരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം വാത്തുകുടി ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളാണുള്ളത്. ഒരു വർഷം 18 വാർഡുകൾ, ഒരു 5 വീട് എടുത്താലും 90-ലധികം വീടുകൾ നിർമ്മിച്ചിരുന്ന സമയത്ത് ലൈഫ് എന്ന് പറഞ്ഞ ഈ അശാസ്ത്രീയമായ പദ്ധതിയിലേക്ക് ഇത് മുഴുവൻ ഒരുമിച്ചപ്പോൾ ആളുകൾക്ക് വീട് കിട്ടുന്ന എണ്ണം കുറയുകയും 5 വർഷം കൊണ്ട് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഭവനത്തിൻ്റെ ഇരട്ടി വീടുകൾ ഇത്തരം പദ്ധതികൾ, അതായത് ജനകീയാസൂത്രണം വന്നപ്പോൾ ഉള്ള പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് കൊണ്ടും പദ്ധതികളുണ്ടാകുന്ന ഫണ്ട് കൊണ്ടും നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ നിർമ്മിച്ച് കടന്നു പോകാൻ സാധിക്കുമായിരുന്നു. നമുക്കറിയാം ഒരു വർഷം 90 വീട് വെച്ച് 18 വാർഡിൽ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് 450-ലേറെ വീടുകൾ അല്ലെങ്കിൽ ഒരു 400 വീടുകളോളം നമുക്ക് പണിയാൻ സാധിക്കുമായിരുന്നു. എങ്കിലും അത് നമുക്ക് സാധിക്കാൻ കഴിഞ്ഞില്ല. കാരണം ലൈഫ് ഭവന പദ്ധതി അല്ലെങ്കിൽ ലൈഫ് പദ്ധതി വന്നതിന് ശേഷം വേറെ ഇതര പദ്ധതികളൊന്നും പഞ്ചായത്തിന് ആസൂത്രണം ചെയ്യുകയോ ആവിഷ്കരിക്കുകയോ ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ പണിത് കൊടുത്താൽ പോലും അത് പഞ്ചായത്തുമായി ബന്ധപ്പെടുത്താനോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി അതിലേക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തീകരിക്കാൻ പഞ്ചായത്തിന് ഏതെങ്കിലും സ്ഥലത്തിൽ സാമ്പത്തികമായി സഹായിക്കാനോ ഒന്നും സാധിക്കുന്ന ഒരു സാഹചര്യമില്ല. ലൈഫ് എന്ന് പറഞ്ഞ ആ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന ആളുകൾക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം, ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതം, സർക്കാർ വിഹിതം എന്നീ അടങ്ങുന്ന വിഹിതങ്ങൾ അടങ്ങി വരുന്ന പൈസ കൊണ്ട് മാത്രമേ ലൈഫിലെ ലിസ്റ്റുകൾക്ക് ആളുകൾക്ക് നമുക്ക് വീട് പണിത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഭൂരഹിത ഉള്ള ആളുകൾക്ക് 6 ലക്ഷം രൂപയും അല്ലാത്ത ആളുകൾക്ക് 4 ലക്ഷം രൂപയാണ് ലൈഫ് എന്ന് പറഞ്ഞ ഈ പദ്ധതി പ്രകാരം നമ്മൾ കൊടുക്കുന്നത്. നമുക്കറിയാം 6 ലക്ഷം രൂപ കൊണ്ടോ 4 ലക്ഷം രൂപ കൊണ്ടോ ഇന്നത്തെ ഈ സമയത്ത് ഒരു പെരപണിയുടെ പൂർത്തീകരണം നടക്കില്ല. കാരണം ഇടുക്കി മേഖലയിൽ നിർമ്മാണ സാമഗ്രികളുടെ അഭാവം മൂലം 4 ലക്ഷം രൂപ കൊണ്ട് ഒരു വീടിൻ്റെ നിർമ്മാണം എങ്ങും എത്തില്ല. നമുക്കറിയാം പിന്നെ അത് പല ആളുകളിൽ നിന്നും സന്നദ്ധ സംഘടനകളും സഹായം തേടിയൊക്കെയാണ് പല ആളുകളും ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് തന്നെ. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ലൈഫിൽ ഒരു ലിസ്റ്റിൽ ഒരാൾ അപേക്ഷ വെച്ച് കഴിയുമ്പോൾ സ്ഥലം കൂടുതലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടില്ല, അദ്ദേഹത്തിന് 1000 cc കൂടുതൽ വണ്ടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ലിസ്റ്റിലേക്ക് താഴെ പോകും. പ്രായമായ ആളുകൾ, വിധവകൾ മുൻഗണനാ ക്രമം നിശ്ചയിച്ച് മാത്രമേ ഇതിൻ്റെ അകത്ത് ലൈഫിൽ മുൻഗണന കിട്ടുകയുള്ളൂ. സാധാരണക്കാരായ ആളുകൾ ഈ ലൈഫ് പദ്ധതിയിൽ നിന്ന് റാങ്കിൽ താഴേക്ക് പോവുകയും അവർക്കിത് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യവും നിലവിൽ നിലനിൽക്കുന്നു. നമുക്കറിയാം 2019 ആദ്യത്തെ ലിസ്റ്റ് കഴിഞ്ഞു. ആദ്യത്തെ ലിസ്റ്റ് പൂർത്തീകരിക്കാതെ 2019 പുതിയ ലിസ്റ്റ് എടുക്കുന്നു. 2020 ലിസ്റ്റിൻ്റെ മാനദണ്ഡങ്ങൾക്ക് പ്രകാരം മുൻഗണനാ ക്രമം നിശ്ചയിക്കുന്നു. നാളിതുവരെയായി 450-ലേറെ അപേക്ഷകളാണ് വാത്തുകുടി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് എന്ന് പറഞ്ഞ പദ്ധതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ പൊതുപ്രവർത്തകരും അന്നത്തെ ജനപ്രതിനിധികളും എല്ലാം ഇവിടെ ഇതുമായിട്ട് മേൽനോട്ടം വഹിച്ചെത്തുന്ന ഉദ്യോഗസ്ഥരോടും ലൈഫ് മിഷൻ്റെ അധികൃതരോടും എല്ലാം ഈ നിർമ്മാണത്തിലെ അശാസ്ത്രതയും ഇതിൻ്റെ അപ്രായോഗികതയും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പക്ഷേ അവരത് മുഖവിലേക്ക് എടുത്തില്ലെന്ന് മാത്രമല്ല, ഇവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം അറിയാവുന്നവർ കൃത്യമായി അതിനെക്കുറിച്ച് ധരിപ്പിച്ചപ്പോൾ പോലും അവർ പിന്നീട് അതിനകത്തെ വസ്തുതയെക്കുറിച്ചോ അവർ പറയുന്നതിൻ്റെ എന്ത് സാഹചര്യത്തിലാണ് അവർ ആ ഒരു അഭിപ്രായം പറഞ്ഞതിനെക്കുറിച്ച് അവർ പരിശോധിക്കുവാനോ അതിനകത്ത് നടപടി എടുക്കുവാനോ തയ്യാറായിട്ടില്ല. ഇത് അശാസ്ത്രീയത എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഈ ഒരു സ്ട്രക്ചർ തന്നെ നിർമ്മാണത്തിൽ വലിയ അഴിമതി അല്ലെങ്കിൽ ക്രമക്കേടുകൾ ഉണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ അശാസ്ത്രീയം എന്ന് പറയുന്നത് മാത്രമല്ല, ഇത് ഒരു തരത്തിലും ആളുകളെ സംബന്ധിച്ച്, ഇവിടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ അപകടം ഉണ്ടാക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ ഇതിനു മുമ്പ് പണി പൂർത്തീകരിച്ച 2 ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, ഒന്ന് അടിമാലി
മച്ചിപ്ലാവിലുള്ളത്. അത് കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്, പക്ഷേ അത് വളരെ കൺജസ്റ്റഡ് ആയിരുന്നു. ഇടുങ്ങിയ മുറികളും അവിടേക്ക് അതിൻ്റെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ കംപ്ലൈൻ്റ് ആകുന്നത്, അവിടെ വാർക്ക അടന്നു വീഴുന്ന ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ സമീപകാലത്ത് തന്നെ കരിമണ്ണൂർ പഞ്ചായത്തിൽ ഏതാണ്ട് 40 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർ 40 കുടുംബങ്ങളെ അധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 6 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഒരു ഭവന സമുച്ചയത്തെക്കുറിച്ച് നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക. ഏതാണ്ട് ഇതേ സ്ട്രക്ചറിൽ തന്നെയാണ് നിർമ്മിച്ചത്. ഇതുപോലെ ഇരുമ്പ് ഗഡറുകളിൽ വി ബോർഡുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ള ഭിത്തിയൊക്കെ പണിതുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ അതിനെക്കുറിച്ച് വാർത്ത കാണുന്നത്. അതിൻ്റെ സീലിംഗ് അടന്ന് വീഴുന്നു, അവിടുത്തെ പൈപ്പ് പൊട്ടി, ഒരു പൈപ്പ് എവിടെയെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ മറ്റെല്ലാ മുറികളിലേക്കും എല്ലാവരുടെയും വീടുകളിലേക്ക് വെള്ളം കടന്നു വരുന്നു. ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഒക്കെ വലിയ രീതിയിലേക്ക് അവിടെ അധിവസിക്കുന്ന ആളുകളെ അപകടത്തിലും ബുദ്ധിമുട്ടിലും ആക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് അതേ ഒരു അവസ്ഥയാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇപ്പം മുരിക്കാശ്ശേരിയെ സംബന്ധിച്ച്, ഈ ഫ്ലാറ്റ് നിർമ്മിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് വലിയ വർഷകാലത്ത് അതിവർഷവും അതുപോലെ തന്നെ വേനൽക്കാലത്ത് വലിയ ചൂടുമൊക്കെയുള്ള ഒരു സാഹചര്യമുള്ള ഒരു കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഇതുപോലെ വി ബോർഡ് പോലുള്ള നിർമ്മാണ സാമഗ്രികൾ കൊണ്ട് നിർമ്മിക്കുന്ന വീട്ടിൽ താമസിക്കുന്നത് തന്നെ ദുസ്സഹമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതാണ്ട് 300 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഒരു ഫ്ലാറ്റിന് എൻ്റെ ചുറ്റളവ് വരുന്നത്. ഒരു ചെറിയ ഹാളും ഒരു കസേര പോലും തേച്ചിടാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ബാൽക്കണി അല്ലെങ്കിൽ സിറ്റൗട്ട് എന്ന് പറഞ്ഞൊരു ഏരിയ, വാഷ് ഏരിയയും ടോയ്ലറ്റും 2 ബെഡ്റൂമും കിച്ചണും ഒക്കെയാണ് ഇതിനകത്ത് പണിയുന്നത്. കിച്ചൻ്റെയൊക്കെ വലിപ്പം എന്ന് പറയുന്നത് ഏതാണ്ട് 10 അടി നീളവും 8 അടി വീതിയുമുള്ള ഒരു പാട്ട, ഒരു ഗ്യാസ് സ്റ്റവും അതോടൊപ്പം തന്നെ അതിനുള്ള അനുബന്ധ സാമഗ്രികളൊക്കെ വെച്ചാൽ തന്നെ ആ മുറി നിറയുന്ന സാഹചര്യത്തിലേക്കാണ് വരുന്നത്. കാരണം ഇതിൻ്റെ ഒരു അശാസ്ത്രീയത എന്ന് പറയുന്നത്, ഇവിടേക്ക് അധിവസിപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്ന ആളുകളുടെ ആ കുടുംബങ്ങളുടെ അംഗസംഖ്യയെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ഒരു 5 ആളുകളെങ്കിലും ഉള്ള, അല്ലെങ്കിൽ 2 മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കന്മാരും അവരുടെ 1-2 കുട്ടികളൊക്കെ അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇതിനകത്തൊരു ഭവനത്തിന് അർഹത നേടുന്നതെങ്കിൽ അവരെങ്ങനെ ഇവിടെ അധിവസിക്കും? അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവ് ഒരു കുട്ടി മാത്രം ഉള്ളവർക്ക് വേണ്ടി മാത്രം പണിയുന്ന തരത്തിലേക്കുള്ള ഈ വലിപ്പത്തിൽ 1-2 അംഗങ്ങളും കൂടെ കൂടുതലുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഇവിടെ എങ്ങനെ അധിവസിപ്പിക്കും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. എന്ന് മാത്രമല്ല, ഇത് 3 നിലകളിലായി പണിയുന്നു. ഏറ്റവും മുകളിൽ നിന്ന് ഇതേ ഓരോ റൂമിൻ്റെ ഉള്ളിൽ കൂടിയാണ്, അതായത് വി ബോർഡ് വെച്ച് മറയ്ക്കുന്ന ഭിത്തിയുടെ ഉള്ളിൽ കൂടി തന്നെയാണ് ഇവിടേക്കുള്ള എല്ലാ ഇലക്ട്രിക് സംവിധാനങ്ങൾ, വാട്ടർ കണക്ഷന്, അതുപോലെ ടോയ്ലറ്റ്, സെപ്റ്റിക് ടാങ്കിലേക്കുള്ള പൈപ്പുകളെല്ലാം വരുന്നത്. എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു തകർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ആ സാധനം ഏതാണ്ട് ആ ഒരു നിലയിൽ മൊത്തം വ്യാപിക്കുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. പിന്നെ ഇരുമ്പ് ഗട്ടർ, ഒരു ഇടിമിന്നലോ അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടായാലും എല്ലാ ആളുകളെയും അപകടത്തിലാക്കുന്ന തരത്തിലേക്കാണ് ഇവിടുത്തെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഈ മുമ്പേ 1-2 പേര് സൂചിപ്പിച്ച് ഞാൻ കേട്ടു, അതായത് ഏതാണ്ട് 10 ലക്ഷം രൂപ വെച്ച് ഒരു കുടുംബത്തിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്ഥലമില്ലാത്തവർക്ക്, ഭവനരഹിതരായ വാസയോഗ്യമായ വീടും സ്വന്തമായി സ്ഥലമില്ലാത്തവർക്ക് 10 ലക്ഷം രൂപ വെച്ചാണ് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതേതാണ്ട് 40 സെൻറ്റിലധികം സ്ഥലമുണ്ട്. ഈ തൊട്ടടുത്ത് തന്നെ ഒരു നിർമ്മാണം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അതായത് ഇവിടെ പ്രളയകാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉരുൾപൊട്ടൽ സാഹചര്യങ്ങളിലൊക്കെ സുരക്ഷിതമല്ലാത്ത താമസ സ്ഥലത്ത് നിന്ന് അധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് PWDയുടെ നേതൃത്വത്തിൽ ഒരു ഷെൽട്ടർ ഹോം പണിയുന്നുണ്ട്. കോൺക്രീറ്റ് നിർമ്മാണ രീതിയാണത്. അതായത് 1-2 ആഴ്ച, ഏറ്റവും കൂടി വന്ന് 1 മാസത്തേക്കൊക്കെ താൽക്കാലികമായി ആളുകളെ അധിവസിപ്പിക്കേണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് വലിയ കെട്ടുറപ്പോട് കൂടിയിട്ടാകുമ്പോൾ ഇവിടെ ഒരു മനുഷ്യായുസ് മുഴുവൻ അല്ലെങ്കിൽ ഒരു തലമുറകളായി കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു നിർമ്മാണ സമുച്ചയം പണിയുന്നത് വളരെ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രം താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെട്ടുറപ്പ് മാത്രമേ ഈ ബിൽഡിങ്ങിനുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇവിടുത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 300 അല്ലെങ്കിൽ 320 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു നിർമ്മാണ അല്ലെങ്കിൽ ആ ഒരു വാസസ്ഥലത്തേക്ക് അർഹതപ്പെട്ട ആളുകളെ ഗവൺമെൻറ് സെലക്ട് ചെയ്താൽ പോലും അവർ വന്ന് താമസിക്കുമോ എന്നുപോലും നമുക്ക് സംശയമുണ്ട്. കാരണം ഇതൊക്കെ വെള്ളത്തിൽ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ ഈ പണം മൊത്തം ലാപ്സ് ആകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ അഴിമതി എന്ന് പറയാനുള്ള കാരണം, ഇത് 4.5 കോടി രൂപയ്ക്ക് വേണ്ടി നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ രീതിയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും 5 കോടി രൂപ ചോദിക്കുന്നു. അതിലേതാണ്ട് 3.5 കോടി രൂപയോളം അത് അനുവദിക്കാനായിട്ട് അവർ തത്വത്തിൽ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ഏതാണ്ട് 28.5 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിനകത്ത് തന്നെ ചെലവഴിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലൊരു വാർത്ത കണ്ടു, മന്ത്രിയുടെ അല്ലെങ്കിൽ MLAയുടെ ഒരു പ്രഖ്യാപനം, അടിമാലി മച്ചിപ്ലാവിലെ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുന്നത്. ഇതും ഇതുപോലെ മുന്നോട്ട് ഈ കോടികൾ അനുവദിക്കുകയല്ലാതെ അവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു ഭവനം അല്ലെങ്കിൽ ഒരു വാസയോഗ്യമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഭവന സമുച്ചയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ നാട്ടിലെ പൊതുപ്രവർത്തകരെല്ലാം ഇതിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അവയൊന്നും മുഖവിലക്കെടുക്കാൻ അധികൃതർ തയ്യാറായില്ല. പഞ്ചായത്ത്
അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് അവർ തന്നെ നമ്മളോട് പ്രതികരിക്കും. 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് ഭവനരഹിതരായിട്ടുള്ള ആളുകളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒരു ഭരണ സമുച്ചയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 2022 ഈ സമുച്ചയത്തിൻ്റെ പണി ആരംഭിച്ചു. 4,55,00,000 രൂപയാണ് ഇതിൻ്റെ അടങ്കൽ തുകയായി അന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഒച്ചിഴയുന്ന വേഗതയിലാണ് ഇതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 1 വർഷം 2 വർഷക്കാലമായി നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി മുടങ്ങിയിരിക്കുന്നു. ഇത് മുഴുവൻ നാമാവശേഷമായി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 4,55,000 രൂപയ്ക്ക് ടെൻഡർ എടുത്ത് നടപടികൾ പണി ആരംഭിച്ച ഈ പദ്ധതി 2 വർഷക്കാലമായി പണി നിർത്തിവെച്ചതിന് ശേഷം ഇപ്പോൾ 3 ലക്ഷം രൂപ റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇതിൻ്റെ കോൺട്രാക്ട് തൃശ്ശൂരുകാരാണെന്ന് എനിക്ക് തോന്നുന്നു. 3 കോടി രൂപ റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 5 കോടി രൂപ റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 3 കോടി രൂപ സാങ്ഷനായി എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 7,55,00,000 രൂപ ഇതിനുവേണ്ടി മൊത്തം ചിലവാകുന്നു. എങ്കിൽ പോലും ഇതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്പാടെ മുടങ്ങിക്കിടക്കുന്നു. അതിനേക്കാളേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ കലാമിറ്റിയുമായി ബന്ധപ്പെട്ട് ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയിൽ 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങിക്കുവാനും 4 ലക്ഷം രൂപ 400 സ്ക്വയർ ഫീറ്റുള്ള വീട് പണിയുവാൻ വേണ്ടി അങ്ങനെ 10 ലക്ഷം രൂപയാണ്. അങ്ങനെ 28 കുടുംബങ്ങളെ പാർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് 7,55,00,000 രൂപ മുടക്കി ഈ നിർമ്മാണങ്ങൾ നടക്കുവാൻ പോകുന്നത്. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് വീടും സ്ഥലവും വെച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ 28 കുടുംബങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രക്രിയയിൽ ഏതാണ്ട് 22,80,00,000 രൂപയുണ്ട് എങ്കിൽ ഇവർക്കൊക്കെ സുഭിക്ഷമായി ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകുമായിരുന്നു. ഞങ്ങൾ അന്ന് സൂചിപ്പിച്ചു, ഇത് ഈ സ്ഥലത്ത് തന്നെ അങ്ങനെ ഒരു അപ്പാർട്ട്മെൻ്റ് അല്ലാതെ ഹട്ടുകളാക്കി മാറ്റി 10 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് ആളുകൾക്ക് വീട് വെക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ്. അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇത് വലിയൊരു അഴിമതി നടത്തുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ 10 ലക്ഷം രൂപ കൊടുത്തിരുന്നു എങ്കിൽ 2,80,00,000 രൂപയ്ക്ക് ഈ 28 കുടുംബങ്ങൾക്കും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിൽ അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ ബന്ധുക്കളോടൊപ്പം അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ സുഹൃത്തുക്കളോടൊപ്പം എവിടെ വേണോ അവരുടെ അഭിരുചിക്കനുസരിച്ച് താമസിക്കുവാൻ കഴിയുകയും അവർക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ 28 ആളുകളെയാണ് ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ വട്ടവടയിൽ കിടക്കുന്ന ഒരു കുടുംബം ഇവിടെ വന്ന് താമസിച്ചാൽ അവരുടെ ഉപജീവന മാർഗം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇവിടെ വന്ന് റബ്ബർ ട്രാഫിക്ക് നടത്താൻ കഴിയുക എന്ന് പറയുന്നത് സാഹചര്യം സാന്ദർഭികമായി നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അവരുടേതായ ജീവിത സാഹചര്യത്തിൽ അവരുടേതായ തൊഴിലെടുത്ത് ജീവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം പോലും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു കേഡറിലാണ് പണിയുന്നത്. മാത്രമല്ല, ഇതിൻ്റെ റൂമുകൾ തമ്മിൽ തിരിച്ചിരിക്കുന്ന ഫ്ലാറ്റുകൾ തമ്മിൽ തിരിച്ചിരിക്കുന്നത് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വലിപ്പമുള്ള കനമുള്ള ഏതാണ്ട് വി ബോർഡ് വെച്ചാണ്. എന്ന് വെച്ചാൽ ഒരു പേനാക്കി കുത്തിയാൽ പോലും തുളഞ്ഞു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു. ഇത് സുരക്ഷിതമല്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ വയറിംഗ് ജോലികൾ നമുക്കറിയുന്നത് കേഡറാണ്. എവിടെയെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ ഈ സമുച്ചയം മുഴുവൻ കത്തി ചാമ്പലാകുന്ന ഒരു സ്ഥിതി, ഇവിടെയുള്ള ജീവന് പോലും ഭീഷണിയാകുന്ന സാഹചര്യമുണ്ട്. ഇത് അഴിമതി നടത്താൻ ഒരു മാർഗം കണ്ടെത്തിയിരിക്കുന്നു. ഇത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റി കേരളം മൊത്തം നടത്തുന്ന ഈ അഴിമതി പോലെ തന്നെ ഈ സമുച്ചയവുമായി ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പുമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് എത്രയും വേഗം ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഈ അന്വേഷണം നടത്തി അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ നാട്ടിലെ ആളുകൾക്കുണ്ട്. 2019 അക്ഷയയിൽ നീണ്ട ക്യൂ തന്നെ കാണായിരുന്നു. കാരണം എല്ലാവർക്കും വീട് എന്ന നിലയിലേക്ക് വന്നപ്പോൾ ഈ പദ്ധതിയിൽ കടന്നുകൂടാനും ഇതിൻ്റെ ഒരു ഇത് കിട്ടാനും വേണ്ടി ആളുകൾ അക്ഷയയിൽ ക്യൂ നിന്ന് ലിസ്റ്റ് എടുത്ത് ആളുകൾ വന്ന വീടുകളിൽ കൂടെ വന്ന് ഇതിൻ്റെ ഗുണങ്ങളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രമം എല്ലാം നിശ്ചയിച്ച് ലിസ്റ്റായി. ഇപ്പോൾ നിലവിലുള്ളത് സർക്കാരിൻ്റെയോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതങ്ങൾ ലഭിക്കാതെ തന്നെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പ്രവർത്തികൾ മുമ്പോട്ട് പോകുന്നത്. 450 പേരടങ്ങുന്ന ലിസ്റ്റിൽ ആകെപ്പാടെ 20 ആളുകൾക്കാണ് ഇത്ര, അല്ലെങ്കിൽ 30 ആളുകൾക്ക്, 50-ൽ താഴെ ആളുകളാണ് ഈ ലൈഫിൻ്റെ ഈ 2019 ലിസ്റ്റിൽ 2024 ഇപ്പം 25-ലേക്ക് കടന്നപ്പോൾ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. അതിനുള്ള സാമ്പത്തിക സ്ഥിതിയേ ഉള്ളൂ. ഈ പദ്ധതികൾ ലൈഫ് എന്ന് പറഞ്ഞ പദ്ധതിയിലേക്ക് തന്നെ ഇത് കൊണ്ട് എത്തിച്ചപ്പോൾ ആളുകൾക്ക് വീട് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇത് ലൈഫ് എന്ന് മാത്രമായി. പഞ്ചായത്തിൻ്റെ പദ്ധതി PMAY നിലവിലുണ്ടെങ്കിൽ പോലും അത് ലൈഫിലുള്ള ആളുകൾക്ക് കിട്ടില്ല. അങ്ങനെ വിവിധ പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം ലൈഫ് എന്ന് പറഞ്ഞ ഒറ്റ സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് അശാസ്ത്രീയപരമായ ഒരു വലിയ
ഒരു കൊള്ളയായി മാറിയിരിക്കുകയാണ് ലൈഫ് എന്നുള്ളത്. സാധാരണക്കാരൻ്റെ അവകാശം നിഷേധിക്കുന്ന ഒരു സംവിധാനമാണ് ലൈഫ്. നമുക്കറിയാം ഒത്തിരി ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് ലൈഫ് പ്രകാരം. അത് നല്ല കാര്യമാണ്. ലൈഫ് പ്രകാരം ഒരുപാട് ആളുകൾക്ക് വീട് കിട്ടണം, പാവപ്പെട്ട ആളുകൾക്കെല്ലാം വീട് കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ലൈഫ് നന്നായിട്ട് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നമ്മുടെ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെയൊക്കെ ഒരു ഇതിൽ അറിവിൽ എറണാകുളം അല്ലെങ്കിൽ താഴെ നാട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇത്തരം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നമ്മൾ കാണുന്നത്. കാരണം സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടും അവിടെ വീടുകൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഇത്ര സെൻറ്റ് സ്ഥലം മേടിച്ച് വീട് പണിയാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുകൊണ്ടും ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കൂടുതൽ പണിയുന്നത് നമ്മുടെ ടൗൺ ഏരിയയിലേക്കാണ്. ഈ ഇടുക്കി പോലുള്ള അല്ലെങ്കിൽ വാത്തുക്കുടി പോലുള്ള മേഖലകളിൽ ഇഷ്ടംപോലെ സ്ഥല സൗകര്യം ഉള്ളപ്പോൾ ഇത് തന്നെ ഏകദേശം നമുക്കറിയാം 40 സെൻറ്റിന് മേളിൽ അല്ലെങ്കിൽ 50 സെൻറ്റ് സ്ഥലത്തോളം ഉണ്ടായിരുന്നു. ഇവിടെ ഒരാൾക്ക് ഇത്ര സെൻറ്റ് സ്ഥലം വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഈ 28 ആളുകൾക്ക് അതിമനോഹരമായ സ്വന്തം ഭൂമിയിൽ സ്വന്തമായ ഒരു വീട് കോൺക്രീറ്റ് നിർമ്മിത പണിതാൽ പോലും ഇത്രയും ഈ പദ്ധതിക്ക് ആവിഷ്കരിച്ചേക്കുന്ന പൈസയുടെ പകുതി പോലും ആകില്ലായിരുന്നു. ഏകദേശം 28 ലക്ഷം രൂപ ഒരു വീടിന് ഇപ്പോൾ ഇത് പൂർത്തീകരിക്കുമ്പോൾ ആകും. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ നിർമ്മാണ പ്രവർത്തനം കൊണ്ട് ഇതിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്ത് ഗുണം അല്ലെങ്കിൽ എന്ത് സുരക്ഷയുണ്ടെന്നുള്ള വലിയൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഈ പഞ്ചായത്തിൽ എൻ്റെ അറിവനുസരിച്ച് അല്ലെങ്കിൽ എനിക്കൊരു ഇത് വെച്ച് ഈ പഞ്ചായത്തിൽ പെടുന്ന ഒരാളുകൾക്ക് പോലും ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരു വീട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എത്രയോ ആളുകളാണ് ഈ വാത്തുകുടി ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകൾ ലൈഫിൻ്റെ വീട് നോക്കിയിരിക്കുന്നത്. ആ ആളുകളെല്ലാം തള്ളിക്കൊണ്ട് ഇത്തരം അശാസ്ത്രീയമായ വർക്കും അഴിമതിക്ക് വഴിവെച്ച് കൊടുക്കുന്നതായ ഒരു സാഹചര്യമാണ് ഈ ഫ്ലാറ്റ് സമുച്ചയമുള്ളത്. നമുക്ക് കഴിഞ്ഞ ദിവസം വാർത്തകളെല്ലാം കണ്ടു, കരിമണ്ണൂർ മച്ചിപ്ലാവ് പോലുള്ള ഫ്ലാറ്റ് സമുച്ചയത്തിലുണ്ടാകുന്ന വലിയ ചോർച്ചകളും അവിടുത്തെ വിഷയങ്ങളും എല്ലാം നമ്മൾ കണ്ടു നിലനിൽക്കുകയാണ്. ഈ അശാസ്ത്രീയമായ പദ്ധതിക്ക് നമ്മൾ കൂട്ടുനിൽക്കാതെ ഇത്തരം പദ്ധതികൾ നമ്മൾ ഇതിനു മുമ്പ് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും ഇതിനു മുമ്പ് നിരവധിയായ പത്രമാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെ എല്ലാം ഞങ്ങൾ പറഞ്ഞതാണ്, അശാസ്ത്രീയമായ ഒരു നിർമ്മാണ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതിന് തുക പൂർത്തീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഏകദേശം 5 കോടി രൂപ കൂടി അഡീഷണലായി ഇതിന് മുടക്കി ഈ ഫ്ലാറ്റ് സമുച്ചയം പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഉണ്ടാകുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനമാണ്. ഈ ആളുകൾ സുരക്ഷിതരല്ല. ഇതിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമായി മാറും. അതുകൊണ്ട് ഇത്തരം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും സാധാരണക്കാരനായി കിട്ടേണ്ട ലൈഫ് പോലുള്ള പദ്ധതികളിലെ കെട്ടുവട്ടങ്ങളും ചട്ടങ്ങളും ലഘൂകരിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് വീടുകൾ കൂടുതൽ കിട്ടണം. നമ്മുടെ നാട്ടിലും നമ്മുടെ സമീപ പ്രദേശങ്ങളിലും മുഴുവൻ ഭവനരഹിതർക്കും ഭൂമി കിട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം ആവശ്യവും ഞങ്ങളുടെ ആഗ്രഹവും. അതുകൊണ്ട് ഇത്തരം അശാസ്ത്രീയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത സൊസൈറ്റികൾ അതിൻ്റെ കോൺട്രാക്ടർ പോലുള്ള ആളുകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് അന്വേഷണം നടത്തണം. ഇത്തരം ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യചിഹ്നം ഇവിടെയുണ്ട്. പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ഉപയോഗപ്രദമാകുമെന്നുള്ള വളരെ വലിയ ഒരു ആശങ്കയിൽ കൂടെയാണ് ഇത് കടന്നു പോകുന്നത്. നമുക്കറിയാം പല ആളുകളും സംസാരിച്ച പോലെ ഇതിന് തൊട്ട് ചേർന്ന് തന്നെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഷെൽട്ടർ ഹോമാണ് അത് പണിയുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി മാത്രം പണിയുന്ന ഒരു കെട്ടിടം വളരെ ഭംഗിയായി കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ വളരെ സൗകര്യത്തോടുകൂടിയാണ് അവിടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അതിന് ഈ പണിയുന്നതിൻ്റെ 1/4 തുക പോലും ആകുന്നില്ല. അന്നേരം ഇത്തരം പദ്ധതികൾ ഈ സ്ഥല സൗകര്യമുള്ള സ്ഥല ലഭ്യതയുള്ള ഇടുക്കി പോലുള്ള മേഖലയിൽ ആവിഷ്കരിച്ചത് തന്നെ സംശയാസ്പദമാണ്. ഇതിനുള്ള ആശങ്കകൾ പരിഹരിക്കണം. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പണം കവരുന്നത്. അതോടൊപ്പം അത് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഇച്ഛാശക്തിയും. മുരിക്കാശ്ശേരിയിലെ ലൈഫിൻ്റെ ഫ്ലാറ്റ് സമുച്ചയത്തിനും സംഭവിച്ചത് അതുതന്നെയാണ്. ഇനിയെങ്കിലും സർക്കാർ ഉണർന്നു പ്രവർത്തിക്കും എന്നാണ് കരുതുന്നത്. ഞാനെൻ്റെ ഇവിടെ ചോദിക്കാൻ പരിപാടിയുടെ ഈ അധ്യായം പൂർത്തിയാകുന്നു. അടുത്ത മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.